ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ന്യൂ കൺസെപ്റ്റ് ഓഫ് ടെക്സോറ. ദിസ് ഇസ് ബിന്ദു ജോസഫ് ഫ്രം കോഴിക്കോട്. അറിവിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സങ്കല്പം എന്നുള്ളത്. കാരണം അറിവ് എപ്പോഴും പരിമിതമാണ്. സങ്കല്പം ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. താജ്മഹൽ ആദ്യം ജനിക്കുന്നത്, ആദ്യം ഉണ്ടായത് അത് ഉണ്ടാക്കിയ ശില്പിയുടെ മനസ്സിലാണ് എന്നതുപോലെ തന്നെയാണ് ഏതൊരു ചെടിയും. ഒരു ചെടി നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പം, അത് പ്രൂൺ ചെയ്യുമ്പം ആ ശില്പിയുടെ മനസ്സിൽ ഇത് എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഡിസൈൻ ചെയ്തിരിക്കും. അതിനനുസരിച്ച് ഡിസൈൻ ചെയ്താൽ നമുക്ക് നമ്മുടെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു ചെടിയെ കൊണ്ടുവരാൻ കഴിയും. ഈ ചെടിയെ നമ്മൾ രൂപപ്പെടുത്തുന്നതിന് മുൻപ് നമ്മുടെ ആദ്യ സ്റ്റേജിൽ നമ്മുടെ മനസ്സിലേക്ക് വന്നൊരു ചിത്രം ഒരു കൂടിൻ്റെതാണ്, ഒരു മഷ്റൂമിൻ്റെതാണ്. ആ മഷ്റൂമിന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെടിയെ വെട്ടി ഒരുക്കി. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കറക്റ്റ് ഒരു മഷ്റൂമിന്റെ ഷേപ്പിലേക്ക് നമ്മൾ ഈ ചെടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് മുതൽ തന്നെ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് പ്രൂൺ ചെയ്ത് ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നാണ്. നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ അറിയാം, ഇത് ഒരു 30 വർഷത്തിന് മേലെ പ്രായമുള്ള ഒരു ചെടിയാണ്. അതേ നമ്മൾ ഭൂമിയിൽ നിന്ന് ലെയറിങ്ങിലൂടെ തൈയെടുത്ത് അതിന് വേര് വന്നതിന് ശേഷം അതിന്റെ അപ്പർ പോർഷൻസ് മുഴുവൻ കട്ട് ചെയ്ത് മൾട്ടി ഗ്രാഫ്റ്റഡ് തായ്ലൻഡ് വെറൈറ്റീസ് ആയിട്ടുള്ള മൾട്ടി ഗ്രാഫ്റ്റഡ് ഫയറോപ്പാല, ദെൻ റൂബി റെഡ്, ഫ്ലെയിം റെഡ്, ബ്ലൂബെറി ഐസ്, കയാട്ട, ദെൻ നമ്മുടെ ലോല എന്നുൾപ്പെടുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള മോസ്റ്റ് ഹൈബ്രിഡ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ഇനങ്ങളെ മാത്രം ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മഷ്റൂമിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ മഷ്റൂമിന്റെ ഷേപ്പിലേക്ക് തന്നെ മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് വളർത്തുന്ന ഒരു ചെറിയ ചെടിയാണ്. ഇതിന്റെ ആദ്യത്തെ പൂവാണ്, ചെറിയ സ്റ്റെംസ് ആണ്. അതാണ് മുഴുവൻ ഗ്രാഫ്റ്റ് പിടിച്ച് കുഞ്ഞു തൈകളാണ്. അതിനകത്ത് ആദ്യത്തെ പൂവാണിത്. ഇതും കറക്റ്റ് ഒരു മഷ്റൂമിന്റെ ഷേപ്പിലേക്ക് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ വെട്ടി ഷേപ്പാക്കി ഇല്ല എങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഷേപ്പ് നമ്മൾ മനസ്സിൽ ആദ്യം കണ്ടുകൊണ്ട് തന്നെ ചെടിയെ നമ്മൾ വെട്ടി ഒരുക്കിയില്ലെങ്കിൽ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഈ പ്ലാന്റും അതുപോലെ തന്നെ അതേ ഏജിലുള്ളൊരു പ്ലാന്റാണ് നിൽക്കുന്നത്. പക്ഷേ അത് വെട്ടി ഷേപ്പാക്കിയത് മറ്റൊരു വിധത്തിലായതുകൊണ്ടാണ് ആ ചെടി അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു ചെടിയെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുമ്പം നമ്മുടെ മനസ്സിൽ നമ്മളത് ആദ്യം ഡ്രീം ചെയ്യണം. അതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിൽ കണ്ടുവേണം ഒരു ചെടിയെ വെട്ടി രൂപപ്പെടുത്താനായിട്ട്. ആ ഒരു റിസൾട്ടാണ് നമുക്ക് ചെടികളിൽ കാണാൻ കഴിയുക. അപ്പൊ ഈ ചെടിയെ നമുക്ക് ഇനി ആ ഒരു സ്റ്റേജിലേക്ക്, ആ ഒരു ഭംഗിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും. തീർച്ചയായും നമുക്കിതിനെ ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നീണ്ടു വരുന്ന പാർശ്വഭാഗങ്ങളെ നമ്മൾ വെട്ടാതെ കുറച്ച് താഴേക്ക് വളരാനായിട്ട് അനുവദിക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഒരു എത്ര സൈസിലാണോ ആ മഷ്റൂമിന്റെ ഷേപ്പ് വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് താഴേക്ക് വരുന്ന ആ സ്റ്റെം പാർട്ടിനെ കട്ട് ചെയ്ത് റൗണ്ടിൽ നമ്മൾ വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റും അധികം താമസിയാതെ തന്നെ ആ ഒരു ഷേപ്പിലേക്കായിട്ട് വരും. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു ചെടിയെ വളർത്താനായിട്ട് സാധിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്ന എല്ലാ ആശയങ്ങളും പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. അങ്ങ് ഫറൂഖിൽ നിന്ന്, കോഴിക്കോട് ഫറൂഖിൽ നിന്ന് ഓട്ടോ വിളിച്ചു വന്നിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മമ്മാജിക്ക് പരിചയപ്പെടുത്തി തരാം. തന്റെ സ്വപ്നങ്ങൾക്ക്, തന്റെ ആശയങ്ങൾക്ക് പരിധിയില്ല എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ റെഗുലർ വ്യൂവറാണ്. നമ്മുടെ ഈ കാഴ്ചകളെ നേരിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ചെടി, മൾട്ടി ഗ്രാഫ്റ്റഡ് ചെടി കൊണ്ടുപോകാനുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ഈ ചെടി വാങ്ങിയിരിക്കുന്നത് നമ്മുടെ മമ്മാജിക്കാണ്. എത്രയോ അകലെന്ന് ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വന്നിരിക്കുന്ന ആളാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താ മമ്മാജിക്ക് ഈ ചെടി വാങ്ങിക്കാണ്ടായിരുന്ന സാഹചര്യം ഒന്ന് പറഞ്ഞാവോ? ഇവിടെ അടിപൊളി ചെടികൾ കിട്ടും, അതിനെക്കൊണ്ട് ഇവിടെ വന്ന് വാങ്ങിച്ചതാണ്, കോഴിക്കോട് നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവിധ ആശംസകളും മമ്മാജിക്ക് കൊടുക്കുകയാണ്. നമ്മൾ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാന്റിനെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ നോക്കാൻ പര്യാപ്തനാണ് നമ്മുടെ മമ്മാജിക്ക. നമുക്ക് കണ്ടെത്താൻ അറിയാം. അപ്പോൾ നമുക്ക് വിഷ് എ വെരി ഗുഡ് ലക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും എല്ലാമായി ഇത് ഷെയർ ചെയ്യുക. ആദ്യമായി ടെക്സോറ ചാനൽ വീഡിയോ കാണുന്നവർ അതിലെ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ചീഞ്ഞ ആപ്പിൾ അല്ലെങ്കിൽ മോശമായ ഒരു ആപ്പിൾ കഴിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ നല്ല ആപ്പിളിന്റെ രുചി നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മിസ്റ്റേക്കുകൾ ഒരിക്കലും മിസ്റ്റേക്കുകളല്ല, പുതിയ പുതിയ അറിവുകൾ നൽകുന്ന അറിവുകളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബൈ ബൈ.